എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 200 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെമ്മീൻ എടുത്താലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കളർ കൂടുതലുണ്ടാവും. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ നാരങ്ങയുടെ മുഴുവൻ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലാത്തവർ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. കുറച്ച് സമയം കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇനി ഇതിലേക്ക് എടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയുള്ളി. ചെറിയുള്ളി ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. ഇവിടെ തന്നെ കറിവേപ്പില എടുത്ത് വയ്ക്കുക. കറിവേപ്പിലയുടെയും ചെറിയുള്ളിയുടെയും ഒരു നാടൻ ടേസ്റ്റാണ് ഇതിനൊരു നല്ല രുചി കൊടുക്കുന്നത്. ചുവട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ടതിന് ശേഷം ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. അതിലേക്ക് ചെമ്മീൻ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇതേപടി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത വശവും മറിച്ചിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ വേവിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇടയ്ക്ക് ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു 7-8 മിനിറ്റിൽ തന്നെ ചെമ്മീൻ നന്നായി ഫ്രൈ ആയിട്ട് വരും. ചെറിയുള്ളി ഒന്നും കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.